പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ ധന്യവും ശ്രേഷ്ഠവുമായ തിരുനാമം ഇന്ന് രാത്രികാലം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാത്രികാലം ഫെയ്ത്ത് ലൈറ്റ് മീഡിയ യൂട്യൂബ് ചാനലിൽ കൂടി എന്നെ ശ്രദ്ധിക്കുന്ന എൻ്റെ എല്ലാ സ്നേഹമുള്ള ദൈവമക്കളെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകട്ടെ. വലിയവനായ ദൈവത്തിൻ്റെ അതിമുഖത്തായ പ്രവൃത്തിയും പ്രത്യാശയും ഇന്ന് രാത്രികാലം വെളിപ്പെടുത്തി സ്വർഗം അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാ പ്രിയപ്പെട്ടവരും ക്ഷേമവും സന്തോഷവുമായി ഇരിക്കുന്നു എന്ന് ദൈവനാമത്തിൽ വിശ്വസിക്കുന്നു. ഇന്ന് രാത്രികാലത്തെ ചിന്ത എന്ന് പറയുന്നത് വിടുതൽ യേശുക്രിസ്തുവിൽ കൂടി മാത്രമാണ് എന്നുള്ളതാണ്. ഇന്ന് രാത്രികാലത്തെ ചിന്ത എന്ന് പറയുന്നത് നാം എവിടെയെല്ലാം എങ്ങനെയെല്ലാം ആശ്രയിച്ചാലും എങ്ങും ഒരു വിടുതൽ ലഭിക്കാതിരിക്കുമ്പോൾ സർവശക്തനായ ദൈവം മാറ്റമില്ലാത്ത വചനത്തിൽ കൂടി പറയുന്നു, സർവശക്തനായ ദൈവത്തിൽ കൂടി മാത്രമേ വിടുതൽ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളത് നമുക്ക് വ്യക്തമായി കാണാൻ കഴിയുന്നു. നമ്മുടെ വിഷയങ്ങൾക്ക് പരാജയപ്പെട്ട് ആണ്ടുകളായി പ്രതികൂല സാഹചര്യങ്ങൾ അകപ്പെട്ടിരിക്കുന്ന വിഷയങ്ങളുടെ നടുവിൽ സർവശക്തനായ ദൈവം ഇടപെട്ടാൽ നൊടി നേരത്തിനുള്ളിൽ വിടുതലാണ് എന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. തിരുവചനത്തിന് അതിനാധാരമായിട്ട് ഒരു വ്യക്തിയെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം അതിന്റെ 3-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം പഠിച്ചു വരുമ്പോൾ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തിന്റെ വാതിൽക്കൽ ആണ്ടികളായി ചിലരാൽ ചുമന്ന് കൊണ്ടുവന്ന് ഇരുത്തുന്ന ഒരു വ്യക്തിയെക്കുറിച്ച് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. തന്റെ പ്രശ്നമെന്ന് പറയുന്നത് അടുത്ത സമയത്തൊന്നും തുടങ്ങിയ പ്രശ്നമല്ല. താൻ ജനിച്ച നാള് മുതൽ തന്റെ ജീവിതത്തിൽ തുടങ്ങിയ പ്രശ്നമാണ്. ആ വാക്യം ഞാനത് വായിക്കാം. അതിന്റെ 4-ാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു. പത്രോസ് യോഹന്നാനോട് കൂടി അവരെ ഉറ്റുനോക്കി ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി അവരെ സൂക്ഷിച്ചു നോക്കി. അപ്പോൾ പത്രോസ് വെള്ളിയും പൊന്നും അവൻ എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്ന നസറായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ നടക്ക എന്ന് പറഞ്ഞ് അവരെ വലങ്കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു. ഇവിടെ കാണാൻ കഴിയുന്ന മർമ്മം എന്ന് പറയുന്ന വിടുതൽ യേശു ക്രിസ്തുവിൽ കൂടി മാത്രമേ നടക്കുകയുള്ളൂ എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്ന മർമ്മം. അപ്പോസ്തലന്മാരായിരിക്കുന്ന ചിലരവിടെ ചെല്ലുമ്പോഴും അപ്പോസ്തലന്മാരുടെ കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ലാതിരിക്കുമ്പോൾ അവർ പറയുന്നൊരു കാര്യമാണ്, നസറായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എഴുന്നേൽക്കുക. അപ്പൊ നമ്മുടെ വിഷയത്തിന് പരിഹാരം നൽകിത്തരാൻ മനുഷ്യർക്ക് കഴിയത്തില്ല. അത് മറ്റുള്ളവരുടെ മുമ്പിൽ കടന്നുപോയി കഴിഞ്ഞാലോ മറ്റുള്ളവരെ ആശ്രയിച്ചു കഴിഞ്ഞാലോ നമുക്ക് വിടുതലുകൾ ലഭിക്കാൻ കഴിയത്തില്ല. നമ്മുടെ വിഷയത്തിന് പരിഹാരം ഉണ്ടാകാൻ കഴിയത്തില്ല. ഈ വിഷയം എന്ന് പറയുന്നത് ഇന്നും ഇന്നലെയും തുടങ്ങിയ ഒരു വിഷയമല്ല. വിഷയം തുടങ്ങിയത് അവ എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ 1-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. ഒരിക്കൽ പത്രോസ് യോഹന്നാനും 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നു കൊണ്ടുവന്നു. ഇദ്ദേഹത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഇപ്പോഴോ ഇന്നോ ഇന്നലെയോ തുടങ്ങിയ പ്രശ്നമല്ല. അമ്മയുടെ ഉദരം മുതൽ തന്റെ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്. ഉദരത്തിൽ ഉരുവായ നാട് മുതൽ തന്റെ ജീവിതം വളരെ പ്രശ്നമായിരിക്കുന്ന അല്ലെങ്കിൽ പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആരെക്കൊണ്ട് സൗഖ്യമാക്കുവാനോ വൈദ്യന്മാരെ കൊണ്ട് സൗഖ്യമാക്കുവാനോ ഡെലിവറി സമയത്ത് ഡോക്ടേഴ്സിന് ഒന്നും ചെയ്യുവാനോ കഴിയാതിരിക്കുന്ന സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ദൂത് വിളിച്ച് പറയാം, ജന്മം മുതൽ നിന്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രതികൂലങ്ങൾ, ആരെക്കൊണ്ടും വിടുവിക്കുവാൻ കഴിയാതിരിക്കുന്ന ചില പ്രതിസന്ധികൾ, ഡോക്ടേഴ്സിനെ കൊണ്ടോ ജന്മം തന്ന മാതാപിതാക്കളെ കൊണ്ടോ വിടുതൽ തരാൻ കഴിയാതിരിക്കുന്ന ചില സാഹചര്യങ്ങൾ, വർഷങ്ങളായി താൻ അനുഭവിക്കുന്ന ചില പ്രതികൂലത്തിന് നൊടി നേരത്തിനുള്ളിൽ ദൈവം വിടുതൽ കൊടുക്കുക. ഇന്ന് രാത്രികാല ദൂത് മനസ്സിലാക്കണം.
നീ വർഷങ്ങൾ കൊണ്ട് അനുഭവിക്കുന്ന ചില പ്രതികൂലങ്ങളുണ്ടല്ലോ, നിന്നെ നിരാശപ്പെടുത്തുന്ന ചില സാഹചര്യങ്ങളുണ്ടല്ലോ, ആണ്ടുകളായി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, വർഷങ്ങളായി നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ചില പ്രതികൂലങ്ങൾ, വൈദ്യന്മാർക്ക് സഹായിക്കാൻ കഴിയാത്ത ചില സാഹചര്യങ്ങൾ, എവിടെയും പോയിട്ടും ഒരു വിടുതലും ഇല്ലാതിരിക്കുന്ന ചില സാഹചര്യങ്ങൾ. എന്നാൽ സർവശക്തനായ ദൈവം വചനത്തിൽ കൂടി പറയുന്നു, നൊടി നേരത്തിനുള്ളിൽ കർത്താവിന്റെ ആത്മാവ് അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടയായിത്തീരും. ഇവിടെ തിരുവചനം പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്. ഒരിക്കൽ പത്രോസ് യോഹന്നാനും 9 മണി നേരം പ്രാർത്ഥനാ സമയത്ത് ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരാളെ ചിലർ ചുമന്നുകൊണ്ടുവന്ന് അവന്റെ ദൈവാലയത്തിൽ ചെല്ലുന്നവരോട് പിശിയാചിപ്പാൻ സുന്ദരമെന്ന ദേവാലയ ഗോപുരത്തെങ്കിൽ ദിനം പ്രതി ഇരുത്തുമാറുണ്ട്. അമ്മയുടെ ഗർഭം മുതൽ ഈ വ്യക്തി മുടന്തനാണ്, 2 കാലം മുടന്തായിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ആർക്കും തന്നെ വിടുവിക്കുവാനോ സൗഖ്യപ്പെടുത്തുവാനോ കഴിയാതിരിക്കുന്ന സാഹചര്യം. ദൂത് വിളിച്ചു പറയാൻ, പലപ്പോഴും നിന്നെ ആർക്കും വിടുവിക്കുവാൻ കഴിയാതിരിക്കുന്ന സാഹചര്യം, നിന്റെ കുടുംബക്കാർക്ക് നിന്നെ വിടുവിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, നിന്റെ സഭയ്ക്ക് നിന്നെ വിടുവിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, നിന്റെ തലമുറയ്ക്ക് നിന്നെ വിടുവിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, നീ സ്നേഹിക്കുന്ന വ്യക്തി ജീവിതങ്ങൾക്ക് നിന്നെ വിടുവിക്കുവാൻ കഴിയാതിരിക്കുമ്പോൾ, സർവശക്തനായ ദൈവം വിളിച്ചു പറയുന്നു, നൊടി നേരത്തിനുള്ളിൽ അത്ഭുതങ്ങളെ പ്രവർത്തിക്കുവാൻ സർവശക്തനായ ദൈവം മതിയായ ദൈവമാണ് എന്ന് തിരുവചനം വ്യക്തമായി നമ്മെ പഠിപ്പിക്കുകയാണ്. വൈദ്യന്മാർക്ക് സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ദിനം പ്രതി ചുമന്നുകൊണ്ട് ദേവാലയത്തിന്റെ വാതിൽക്കൽ ഇരുത്തുന്ന പ്രിയപ്പെട്ടവർക്ക് അവരെ സൗഖ്യമാക്കാൻ കഴിഞ്ഞില്ല. ഒരു ഉപാധി പറഞ്ഞുകൊടുത്ത് അവരെ വിടുവിക്കുവാൻ ആർക്കും കഴിഞ്ഞില്ല. എല്ലാവർക്കും ചുമന്നു കൊണ്ടുവന്ന് ദേവാലയത്തിന്റെ വാതിൽക്കൽ ഇരുത്താനേ കഴിഞ്ഞിട്ടുള്ളൂ. എല്ലാവരും കൈയൊഴിഞ്ഞ് മാറ്റി നിർത്തിയ മേഖലകളിലും സർവശക്തനായ ദൈവത്തിന്റെ പ്രവൃത്തിയോട് വെളിപ്പെടുവാനിടയായി തീർന്നു. ചിലരെ ചുമന്നുകൊണ്ടുവന്ന് ദേവാലയത്തിന്റെ വാതിൽക്കൽ ഇരുത്തുന്നു. പലരും യാത്ര ചെയ്ത് കടന്നു പോകുന്ന വേളകളിൽ പിശിയാചിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ് ഈ മുടന്തനായ മനുഷ്യൻ എന്ന് പറയുന്നത്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പ്രവാചകന്മാരായിരിക്കുന്ന അല്ലെങ്കിൽ അപ്പോസ്തലന്മാർ രണ്ടുപേരവിടെ കടന്നു ചെല്ലുകയാണ്. അവർക്കും അവരുടെ പേരിൽ ഒന്നും കൊടുക്കാൻ അവരുടെ കയ്യിലില്ല. ഒരു പ്രവാചകനും ഒന്നും കൊടുക്കാൻ ആരുടെയും കയ്യിൽ ഉണ്ടാകില്ല. എന്നാൽ അവർക്ക് ഒരു വിശ്വാസമുണ്ട്, പ്രവാചകന്മാർക്ക് ഒരു വിശ്വാസമുണ്ട്, ആ പ്രവാചകന്മാർക്ക് ഒരു പ്രത്യാശയുണ്ട്. അവർ പറയുന്ന 4-ാമത്തെ വാക്യം ഇങ്ങനെ, പത്രോസ് യോഹന്നാനോട് കൂടെ അവരെ ഉറ്റുനോക്കി. പത്രോസ് യോഹന്നാനോട് കൂടെ ആ മുടന്തനെ ഉറ്റുനോക്കി. അവൻ ഞങ്ങളെ നോക്കൂ എന്ന് പറഞ്ഞു. അവൻ വല്ലതും കിട്ടുമെന്ന് കരുതി. പ്രവാചകന്മാരെ പിശിയാചിച്ചു കൊണ്ടിരുന്നവൻ ഉറ്റുനോക്കുവാനിടയായി തീർന്നു, വല്ലതും കിട്ടുമെന്ന് കരുതി. അവിടെയും പറയുന്ന ഒരു കാര്യമുണ്ട് പ്രിയമുള്ളവരെ, ശ്രദ്ധിക്കണം. നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യമാണ്. വല്ലതും കിട്ടുമെന്ന് കരുതി മുടന്തനായിരിക്കുന്ന മനുഷ്യൻ പ്രവാചകന്മാരെ, പത്രോസിനെയും യോഹന്നാനെയും ഉറ്റുനോക്കി. അവർക്ക് പറയാൻ ഒരു കാര്യമുണ്ട്. വെള്ളിയും പൊന്നും ഞങ്ങളുടെ കയ്യിലില്ല, ഞങ്ങൾക്ക് നിനക്ക് തരാൻ വേണ്ടി ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല. ഒരു കാര്യം ഞങ്ങളുടെ കയ്യിലുണ്ട്. ആ ഒരു കാര്യം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാണ്. അതുകൊണ്ട് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്. നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ എനിക്കുള്ളത് നിനക്ക് തരുന്നു. നസ്രനായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ എഴുന്നേൽക്കായി എന്ന് പറഞ്ഞ് കൈക്ക് പിടിച്ച എഴുന്നേൽപ്പിക്കുവാനിടയായി തീർന്നപ്പോൾ അമ്മയുടെ ഉദരത്തിൽ മുതൽ മുടന്തനായിരുന്ന മനുഷ്യൻ എഴുന്നേറ്റ് തുള്ളിയും ചാടിയും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. അപ്പോൾ പ്രവാചകന് പറയാനുള്ളത്, എന്റെ കയ്യിലൊന്നുമില്ല, പക്ഷെ നസ്രനായ യേശുവിന്റെ സന്നിധിയിൽ ചിലതൊക്കെ ഉണ്ട്.
യേശുക്രിസ്തുവിന്റെ സന്നിധിയിൽ ചിലതൊക്കെ ഉണ്ട്. നീ ആവശ്യപ്പെടുന്ന നിന്റെ വിഷയം എന്താണോ, നീ ആവശ്യപ്പെടുന്നത് എന്താണോ, അത് തരാൻ ആരുടെ കയ്യിലും കാണില്ല. പ്രവാചകന്മാരുടെ കയ്യിൽ കാണില്ല, കുടുംബക്കാരുടെ കയ്യിൽ കാണില്ല, നമ്മൾ സ്നേഹിക്കുന്നവരുടെ കയ്യിൽ കാണില്ല. എന്നാൽ പ്രവാചകന്മാർ പറയുന്നു, ആമേൻ, ഞങ്ങളുടെ കയ്യിൽ ഒന്നുണ്ട്. ആമേൻ, അത് പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യമാ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ, നസറായ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ നീ എഴുന്നേൽക്ക എന്ന് ആമേൻ കൽപ്പിച്ചപ്പോൾ, അവന്റെ കരം പിടിച്ചുയർത്തിയപ്പോൾ, ആമേൻ, പിറവിയിലെ മുടന്തനായിരുന്നവൻ എഴുന്നേറ്റ് ദൈവത്തെ തുള്ളിയും ചാടിയും മഹത്വപ്പെടുത്തുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ പ്രിയമുള്ളവരെ, ദൂത് വിളിച്ച് പറയാം, ഒരു മനുഷ്യന് നിന്നെ സഹായിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം, ഒരു മനുഷ്യന് നിന്നെ വിടുവിക്കാൻ കഴിഞ്ഞില്ലെന്ന് വരാം. ആമേൻ, യേശു ക്രിസ്തുവിങ്കിലേക്കൊന്ന് കണ്ണുകളെ ഉയർത്താൻ തയ്യാറാണോ? സർവശക്തനായ ദൈവം നിന്റെ വിഷയം എന്തുമായിക്കോട്ടെ നൊടി നേരത്തിനുള്ളിൽ അത്ഭുതങ്ങളെ പ്രവർത്തിച്ചെഴുന്നേൽപ്പിക്കുവാനിടയായിത്തീരും. പിറവിയിലെ ഉദരത്തിലായിരുന്നപ്പോൾ തന്നെ മുടന്തനായിരുന്നവന് ആമേൻ യേശുവിന്റെ സാന്നിധ്യം വ്യാപരിച്ചപ്പോൾ നൊടി നേരത്തിനുള്ള എഴുന്നേൽക്കപ്പെടുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിൽ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ വന്നാൽ വിടുതല, സൗഖ്യമ, ആമേൻ, അത്ഭുത, ആമേൻ, പ്രത്യാശയാണ് നൽകി തരുന്നത്. ആ പ്രത്യാശയ്ക്കായി സർവശക്തനായ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത ഉയരങ്ങളിലേക്ക് ഉറ്റുനോക്കാം. ആ സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.